നമസ്കാരം. എല്ലാ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുക, അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു രീതി. ആ രീതിയായിരുന്നു തീരുവ വിഷയത്തിൽ ട്രംപ് ഇന്ത്യയോട് കാണിച്ചത്. എന്നാൽ അത് വിലപ്പോവില്ലെന്ന് മാത്രമല്ല, അത് തരണം ചെയ്യാനുള്ള വഴിയും ഇന്ത്യക്കറിയാം. അതുകൊണ്ടാണ് മോദി ട്രംപിനോട് പോയി പണി നോക്കാൻ പറഞ്ഞത്. ഇപ്പോ അതേ ഭീഷണി തന്ത്രവുമായി ചൈനയുടെ മെക്കിട്ട് കയറാൻ ഇറങ്ങി. ചൈന പേടിച്ച് മാളത്തിൽ ഒതുങ്ങുമെന്നാണ് ട്രംപ് കരുതിയത്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായാണ് ചൈന പ്രവർത്തിച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ ട്രംപെ താൻ പോയി പണി നോക്ക് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് ചൈനയുമായുള്ള വ്യാപാര തർക്കങ്ങൾ മുറുകുന്നതിനിടെയായിരുന്നു ചൈനയ്ക്കെതിരെ അവിശ്വസനീയമായ കാർഡുകൾ തന്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ട് ട്രംപ് രംഗത്തെത്തിയത്. താൻ ആ കാർഡുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ചൈന നശിപ്പിക്കപ്പെടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ്-മ്യൂങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വ്യാപാര തർക്കത്തിൽ അമേരിക്കയ്ക്ക് ചൈനയേക്കാൾ ശക്തമായ നിലപാടുള്ളതാണെന്നും ട്രംപ് പറയുന്നു. കഴിഞ്ഞ ഒരു വർഷമായി അമേരിക്ക ചൈന വ്യാപാര തർക്കം രൂക്ഷമായി തുടരുകയാണ്. ചൈനീസ് ഇറക്കുമതികൾക്ക് അമേരിക്ക പലതവണ തീരുവ വർദ്ധിപ്പിച്ചു. ചില ഉൽപ്പന്നങ്ങൾക്ക് 145% വരെ തീരുവ ഉയർന്നപ്പോൾ നിലവിൽ മിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 30% തീരുവയാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിന് മറുപടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ 10% തീരുവ ചുമത്തി ചൈനയും തിരിച്ചടിച്ചു. ചൈനയുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നും ട്രംപ് പറയുന്നുണ്ട്. അവർക്ക് ചില കാർഡുകൾ ഉണ്ട് എങ്കിലും തന്റെ വശം അവിശ്വസനീയമായ കാർഡുകൾ ഉണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. അതായത് അതൊരു തുറുപ്പു ചീട്ടാണെന്നും അത് ഇറക്കി കളിക്കാൻ താല്പര്യമില്ല എന്നുമാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ ആ കാർഡുകൾ കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താൽ അത് ചൈനയെ നശിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അതേസമയം താൻ ഉടൻ തന്നെ ചൈന സന്ദർശിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. വ്യാപാര തർക്കം കൂടുതൽ വഷളായതോടെ ചൈനയുടെ അപൂർവ ഭൂമി നയവും ചർച്ചകൾ പ്രധാന വിഷയമായി. അപൂർവ ഭൂമി കയറ്റുമതിയിൽ ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ 20% താരിഫോ മറ്റു നടപടികളോ എടുക്കേണ്ടി വരുമെന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. ഇതിനു പുറമെ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ചൈന എണ്ണ ഇറക്കുമതി ചെയ്യുന്നതും ഒരു പ്രധാന പ്രശ്നമായി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര ഉടമ്പടി 90 ദിവസത്തേക്ക് കൂടി നീട്ടിയതിന്റെ പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ പുറത്തു വന്നത്. ഇത് ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകിയില്ലെങ്കിൽ ട്രംപിന്റെ പുതിയ നിലപാടുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം വീണ്ടും വഷളാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. ലോകത്തിലെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഈ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച